ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് പപ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് 2 കപ്പ് എന്ന് വെച്ചാൽ 250 ml 2 കപ്പായിട്ട് എടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ അതിലേക്ക് ഒരു 60 ml ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ ഉപയോഗിക്കാം. ഇത് രണ്ടും അല്ലാണ്ട് വേറൊന്നും ഒഴിക്കറേട്ടാ. എന്നിട്ട് ഇത് മൂന്നും നല്ലപോലെ ഒന്ന് മിക്സ് ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പൊടിഞ്ഞ് വരും കേട്ടോ. ഇത് ഓയിലും ഉപ്പും മൈദയും കൂടി ചേർന്നിട്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതേ രീതിക്ക് കുഴച്ചിട്ട് എടുക്കട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മയത്തിൽ തന്നെ കുഴച്ചിട്ട് എടുക്കുക. നമ്മൾ പപ്സൊക്കെ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ പപ്സിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിക്ക് തന്നെ നല്ലപോലെ സമയം എടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്നിക്കുന്ന നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാധാ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പം 2 വലിയ സവാള ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ഇഞ്ചി കുറച്ചേ ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ചുണ്ട്. അത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു 1/2 കഷ്ണം തക്കാളി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കുക ചെയ്യേണ്ട കേട്ടോ. നമുക്ക് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ സാധാ കൊത്തമ്പാരിപ്പൊടി എന്നൊക്കെ പറയുന്നത്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കട്ടെ. പിന്നെ ലാസ്റ്റ് 1/2 ടീസ്പൂൺ നമ്മൾ സാധാ പെരുംജീരകം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ പൊടീനെ കുത്തൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കട്ടെ. വെള്ളം ഒഴിക്കുന്നത് കുറച്ച് നല്ലൊരു ഗ്രേവി പോലെ വേണ്ടിയിട്ടാണ്. ഗ്രേവി പോലെയില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആണല്ലോ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തക്കാളിയൊക്കെ ഉടഞ്ഞ് മസാലയൊക്കെ ചേർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മസാല ഇവിടെ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുണ്ടല്ലോ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെച്ച് മാവാട്ടെ. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. എനിക്കൊരു 5-6 ഉരുളയായിട്ട് കിട്ടിയത്. ഇപ്പോൾ 2 കപ്പ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 6 ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിത് പരത്താൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നീളത്തിലങ്ങ് പരത്തി കൊടുക്കട്ടെ. നമ്മൾ റൗണ്ടായിട്ടില്ല, നീളത്തിലൊന്ന് പരത്തി കൊടുക്കാം. നല്ല നീട്ടത്തിൽ പരത്തുമ്പോൾ നമുക്ക് നല്ലപോലെ ചുരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുരുട്ടിയിട്ട് എടുക്കട്ടെ. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം.
എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്ത സാധനം വീണ്ടും ഇതുപോലെ നീളത്തിൽ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതേ രീതിക്ക് തന്നെ ഇതിൻ്റെ മേലിലൂടെ തന്നെ ഒന്നും കൂടി നമ്മൾ പരത്തിയിട്ട് എടുക്കട്ടെ. നീളത്തിൽ തന്നെ പരത്തിയിട്ട് എടുക്കുക. അത്രക്കും നമുക്ക് അത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചുരുട്ടിയെടുത്തിനല്ലോ അതേ രീതിക്ക് തന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചുരുട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നീളത്തിൽ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടിയിൽ നിന്ന് ഇതുപോലെ റൗണ്ടിൽ തന്നെ രണ്ട് സൈഡും പുറത്തേക്കൊന്നും ചാടാത്ത രീതിക്ക് ഉള്ളിൽ തന്നെ ആക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടി ചുരുട്ടി കൊടുക്കട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല ലെയറൊക്കെ വന്നിട്ട് ഈ ഒരു രീതിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നിലത്ത് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒട്ടി ഈ ഒരു രീതിക്ക് ആകുന്നവരെ അതിൻ്റെ പുറത്തേക്കൊന്നും ചാടാത്ത രീതിക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കോലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടെ. നമ്മൾ സാധാ പപ്സിനൊക്കെ പരത്തുമല്ലോ അതേ രീതിക്ക് റൗണ്ട് ആക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കാം. റൗണ്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പരത്തിയെടുക്കട്ടെ. ഇതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നുമില്ല, ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ ലെയറൊക്കെ വന്നിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ചെറിയ പീസ് വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ നേരെ പകുതിയായിട്ട് എടുത്തത് കേട്ടോ. അതും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ ചുരുട്ടി കൊടുക്കട്ടെ. നമ്മളെന്തെങ്കിലും നമ്മൾ കൊയ്യടെ അങ്ങനത്തെ ആക്കുമല്ലോ അതേ രീതിക്ക് ചുരുട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കട്ടെ. നമ്മൾ കൊയ്യടൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ നഖം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തതും അതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് വേഗം തിരിയുന്നതുകൊണ്ട് തന്നെ സ്പീഡിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വീഡിയോ നല്ലപോലെ ലോങ് ആവുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ വേഗം എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം നമുക്ക് നീളത്തിലൊന്ന് പരത്തിയെടുത്ത് ചുരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ ചുരുട്ടിയെടുത്തത് വീണ്ടും ഒന്നും കൂടി നീളത്തിൽ പരത്തിയെടുത്തിട്ട് വീണ്ടും ചുരുട്ടിയെടുക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നിലത്ത് വെച്ച് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏകദേശം നല്ല പോലെ ലെയറൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ചിലപ്പോൾ ലെയർ ഇളകി വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ തന്നെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് പരത്തി കൊടുത്താൽ ലെയറൊക്കെ കറക്റ്റായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ സൈഡ് വീണ്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൈഡൊക്കെ ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ തീരെ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ നിങ്ങളത്തെ എന്തെങ്കിലും മോൾഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്താലും മതി. ഇപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊയ്യടൊക്കെ ചെയ്യുന്ന പോലെയല്ല, എന്നാലും ഉള്ളിലേക്കൊന്ന് ചുരുട്ടി കൊടുക്കുന്നത് മാത്രം. നിങ്ങൾക്ക് തീരെ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഫോർക്കോ എന്തെങ്കിലും എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഫോർക്കാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കട്ടെ. ഒന്ന് തൊടുക വേണ്ടു, അപ്പം തന്നെ നല്ല പോലെ ഒന്ന് പ്രസ്സായി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടും കൈ വെച്ചിട്ടൊക്കെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇനിയിപ്പോൾ ഇത് നേരെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് മുന്നേ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ കുറച്ച് ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അധികം സമയം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഉള്ളൊക്കെ നല്ലപോലെ കുക്കാവുക തന്നെ ചെയ്യും കേട്ടോ. അധികം സമയമൊന്നും എടുക്കൂല കേട്ടോ ഇത് കുക്കായി വരാൻ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തതും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇടുമ്പം തന്നെ കുറച്ച് നേരം ഒരു ഭാഗം കുക്ക് ചെയ്യാൻ വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ കുറച്ച് നേരം വെക്കുക. പിന്നെ പെട്ടെന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ. എനിക്ക് 2 കപ്പ് മാവെന്ന് ഒരു 6 പീസായിട്ടാണ് കിട്ടിയത്. ആ 6 പീസും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ ചെറിയ പീസുകളാക്കിയിട്ടും ഇതുപോലെ ആക്കിയെടുക്കട്ടെ. നിങ്ങൾക്ക് കുറച്ച് വണ്ണം കുറച്ചാൽ നിങ്ങൾക്ക് അതിലും കൂടുതലായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് സ്നാക്സ് ഇവിടെ റെഡി ചെയ്യാനുണ്ട്. നല്ല അടിപൊളിയിലുള്ള സ്നാക്സ് ആട്ടോ. ഇത് നമുക്ക് തൊടുമ്പം തന്നെ നമ്മൾ പപ്സൊക്കെ കഴിക്കൂലേ അതേ രീതിക്ക് പൊടിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു ടെക്സ്ചർ ആട്ടോ ഇതിന്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച്
കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പപ്സിൻ്റെ പുറമൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോണ്ടല്ലോ പൊടിഞ്ഞു പോവുക, അതേ രീതിക്ക് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല പോലെ പൊടിഞ്ഞു പോകും കേട്ടോ. ഭയങ്കര ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം. ക്രിസ്പിയാന്ന് വെച്ചാൽ ഭയങ്കര കടിക്കാൻ പറ്റാത്ത രീതിക്കല്ല കേട്ടോ. ഭയങ്കര ക്രിസ്പി എന്ന് വെച്ചാൽ നല്ല കറമുറാന്ന്, പക്ഷെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ ഇതിൻ്റെ പുറവും. അതുപോലെ തന്നെ ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.